Hi everyone. ഇന്നത്തെ സുപ്രീം കോർട്ട് വിധിയാണ്. The grounds of arrest were not given in writing. ന്യൂസ് ക്ലിക്ക് ഫൗണ്ടർ ആയിട്ടുള്ള പ്രബീർ പുരക്കസ്തിയുടെ അറസ്റ്റ് ഇൻവാലിഡ് ആണ് എന്നാണ് സുപ്രീം കോടതി ഇന്ന് അതിന്റെ ജഡ്ജ്മെന്റിലൂടെ വിധി പറഞ്ഞിരിക്കുന്നത്. പ്രബീർ പുരക്കസ്ത്യ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ചൈനീസ് ഫണ്ടിങ്ങുമായിട്ടാണ്. ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ മറവിൽ ചൈനീസ് ഫണ്ടിങ്, ചൈനയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങി ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് UAPA ആണ് പ്രബീറിനെതിരെ ചുമത്തിയിരുന്നത്. അപ്പൊ ഇത് കോടതിയിൽ വാദിച്ചത് അറസ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് ഇല്ലീഗൽ അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നാണ് പ്രബീർ പുരക്കസ്തിയുടെ കൗൺസിൽസ് വാദിച്ചത്. അതിന് മെയിനായിട്ട് അവർ ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് ആയിട്ട് മിസ്റ്റർ കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ റിട്ടൺ ഫോർമാറ്റ് എന്നാണ്. അതാണ് ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ട് കപിൽ സിബൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് റിട്ടൺ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഈസ് മാൻഡേറ്ററി. അതായത് ആർട്ടിക്കിൾ 22 പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 22 പ്രകാരം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അക്യൂസ്ഡ്. ആരെയാണോ അറസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തിന്റെ ഗ്രൗണ്ട്സിലാണ് തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ആർട്ടിക്കിൾ 22 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ കോടതി ഇന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻ റിട്ടൺ ഫോർമാറ്റ്. അതായത് റിട്ടൺ ഫോർമാറ്റിൽ തന്നെ എഴുതി തന്നെ അതിന്റെ അക്യൂസ്ഡിന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്കോ അതിന്റെ ലോയേഴ്സിനോ അത് കൊടുക്കേണ്ടതാണ്. സോ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ റിട്ടൺ ഫോർമാറ്റ്. അതായത് റിട്ടൺ ഫോർമാറ്റിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ഇത് കോടതി മെയിൻ ആയിട്ട് സൈറ്റ് ചെയ്തിരിക്കുന്നത് പങ്കജ് ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. അത് ഓൾറെഡി വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 21 ആൻഡ് 22 ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് എന്താ പറയുക ഡീറ്റെയിൻ ചെയ്യുമ്പോഴുള്ള റൈറ്റ്സ്, ആരെയാണെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോൾ they should be communicated, grounds of arrest should be communicated in written format. അത് എഴുതി ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നൽകണം. അതർവൈസ് ഇറ്റ് ഈസ് എ ഇല്ലീഗൽ ഓർ ഇൻവാലിഡ് അറസ്റ്റ്. അതാണ് മെയിൻ ആയിട്ട് കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത്. സോ ആർട്ടിക്കിൾ 22 ക്ലിയർ ആയിട്ട് കോടതി ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്. The grounds of arrest should be communicated to the detained or arrested person.